ഊർജ്ജമില്ലെങ്കിൽ ഊർജ്ജം കൂട്ടാം, കോൺഫിഡൻസ് ഇല്ലെങ്കിൽ കോൺഫിഡൻസ് കൂട്ടാം, ആരോഗ്യം കൂട്ടാം, ആയുസ് കൂട്ടാം, നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ നേടാം. വേണോ എന്നുള്ളതാണ്. ഡു യു വാണ്ട് വേണോ? നമുക്ക് നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും നടത്തി വരുത്താൻ പറ്റുമോ? കാരണം ഓരോ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ സ്വപ്നങ്ങളല്ലേ. മൃഗങ്ങളാകുമ്പോൾ അവർക്ക് സ്വപ്നങ്ങളില്ല, മനുഷ്യനാകുമ്പോൾ ലക്ഷ്യമുണ്ട്. പക്ഷേ എല്ലാവർക്കും ലക്ഷ്യം നേടാൻ പറ്റുന്നില്ല. ചിലർ അതിൽ കൂടുതൽ വിചാരിച്ചാലും കൂടുതൽ വിജയിച്ച ആൾക്കാരുണ്ട്. പക്ഷേ ചിലർക്ക് പകുതി, ചിലർക്ക് ഒട്ടുമില്ല, നിരാശരായി മുന്നോട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ അതിൻ്റെ ഒരു സയൻസ്, അതായത് എങ്ങനെ നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ സ്വപ്നങ്ങൾ നടത്തി വരുത്താൻ പറ്റും? അത് എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടൊക്കെ ഞാൻ പുറകിലായിരുന്നു. അപ്പോൾ ഞാനത് പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ അതേക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. കുറേ പുസ്തകങ്ങൾ വായിച്ചു, അതിൽ നിന്ന് യൂട്യൂബിൽ വീഡിയോ ഇട്ടു. പിന്നെ എനിക്ക് മനസ്സിലായി കുറേയൊക്കെ നടക്കുന്നുണ്ട്. എല്ലാം നടക്കുമെന്ന് എനിക്കറിയില്ല. എല്ലാം നടത്തിയ ആൾക്കാരുണ്ട്. അവർ പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ മുമ്പ് കാലത്ത് ബിഗ് സീക്രട്സ് എന്നൊക്കെ രീതിയിൽ സാധാരണക്കാർക്ക് അത് ഒരിക്കലും പ്രാപ്യമായിരുന്നില്ല. അത് രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതമായി, അത് സമൂഹത്തെ നിയന്ത്രിക്കേണ്ട ആൾക്കാർ മാത്രം അറിഞ്ഞാൽ മതി. സമൂഹം കുലത്തൊഴിൽ ചെയ്തു, എന്താണോ അവരുടെ കുലത്തിൽ ഉള്ള തൊഴിൽ അത് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരു കാലം ആയിരുന്നു ഒരു തലമുറ മുമ്പ് വരെ. പക്ഷേ ഇന്ന് കാലം മാറിയില്ലേ. ഇന്ന് ഇൻ്റർനെറ്റ് യുഗം. എല്ലാ സമൃദ്ധികളും നമ്മുടെ കൺമുന്നിൽ ടി വിയിലൂടെ ഇൻ്റർനെറ്റിലൂടെയും കാണും. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ കൂടി. അപ്പോൾ നമ്മൾക്കിപ്പോൾ സ്വപ്നങ്ങളുണ്ട്. ആരും കുലത്തൊഴിൽ ചെയ്യാൻ തരില്ല. എല്ലാവർക്കും മാറും, എനിക്കും മാറും. അങ്ങനെ ഞാൻ ഇതേക്കുറിച്ച് അന്വേഷിച്ച് നൂറുകണക്കിന് പുസ്തകങ്ങൾ വായിച്ചു, നൂറുകണക്കിന് പരിശീലനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും നടത്തി. അങ്ങനെ പരീക്ഷിച്ച് നിരീക്ഷിച്ച് ഇന്നിപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള എന്താ വെച്ചാൽ ഇറ്റ്സ് പോസിബിൾ. നമുക്ക് 100% നടപ്പിൽ വരുത്താൻ പറ്റും. അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അവിടെ പറയുന്നത്. അത് നമുക്ക് പലപ്പോഴും നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്താത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് ശാസ്ത്രീയമായ രീതിയിലല്ല ചെയ്യുന്നത്. അതായത് നമുക്ക് ശരീരം ശ്രദ്ധിക്കണം. ചിലരെന്ത് ചെയ്യും, തോന്നിയ പോലെ ചെയ്യുക, അത് ഭക്ഷണമോ വ്യായാമമോ ഒന്നും കൃത്യമല്ല, എന്നിട്ട് ശ്രമിക്കും. അവർക്ക് എത്തിലും പറ്റില്ല. ചില ആളുകൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി, എനിക്കൊന്നും വേണ്ട, എന്നെ പിടിച്ച് ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ലക്ഷ്യബോധമില്ല. ഓക്കെ, ലക്ഷ്യബോധം വേണം. പിന്നെ ചിലർക്ക് അതിനുവേണ്ട അറിവും കഴിവുമില്ല. അപ്പോൾ നമ്മൾ ഇതിന് 3 തലത്തിലാണ് നമ്മൾ ശരിയാക്കേണ്ടത്. ഇത് ബോഡി തലത്തിൽ നമുക്ക് നല്ല ഹെൽത്ത് വേണം. മാത്രമല്ല നമുക്ക് എത്ര ഹെൽത്ത് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ജീവിച്ചു പോകണില്ലേ, ആ ജീവിച്ച് പോണ അതിനുള്ള ഹെൽത്ത് ഉണ്ട്. ഇനി അതിനേക്കാളും വലിയ ഒരു കഴിവ്, അറിവ്, സ്വപ്നങ്ങളുണ്ടെങ്കിൽ അതിന് തുല്യമായ ആരോഗ്യം നമുക്ക് വേണം, ഊർജ്ജം നമുക്ക് വേണം. അപ്പോൾ ആ ഊർജ്ജം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പം ഞാൻ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു 52 വയസ്സ്, 53 ആയിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ ചാടുമെന്ന് വെച്ചാൽ ആദ്യം ചിലപ്പോൾ 1 മിനിറ്റ്, പക്ഷേ എന്നും ചാടുമെന്ന് വിചാരിച്ചു. എന്താ സംഭവിക്കുക? ഞാനങ്ങനെ ചെയ്തപ്പോൾ ഇപ്പോൾ എനിക്ക് 4-5 മിനിറ്റ് നിർത്താതെ ചാടാൻ പറ്റുന്നുണ്ട്. ഇത്രയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ നിർത്താതെ ചെയ്യുകയാണെങ്കിൽ ഇനി 10 മിനിറ്റും എനിക്ക് ചാടാൻ പറ്റും, ചിലപ്പോൾ അതിൽ കൂടുതൽ ചാടാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ 25-ാം വയസ്സിൽ ചിലപ്പോൾ ശ്രമിച്ചപ്പോൾ എനിക്ക് പറ്റിയിട്ടുണ്ടാവില്ല. കാരണം ഞാൻ കൺമുന്നിൽ കാണുന്നതാണ്. എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ വരുന്ന ആൾക്കാർ, ഞാൻ 6-7-8 മണിക്കൂർ നേരം തൊണ്ട പൊട്ടി എനർജി എടുത്ത ആളുകളെ ഇളക്കി മറിച്ച് അലറി വിളിച്ച് സംസാരിച്ച് പ്രോഗ്രാം നടത്തി അവരുടെ മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും തീ പിടിപ്പിച്ച് പ്രോഗ്രാം നടത്തി 7-8 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ഇൻടാക്റ്റ് ആയിരിക്കും. പക്ഷേ എൻ്റെ കൂടെയുള്ളൊരു കാര്യം കഴിയില്ല. അത് ചിലപ്പോൾ 25 വയസ്സുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ വയസ്സല്ല പ്രശ്നം. ഞാനിപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വയസ്സ് പുറകോട്ട് പോകുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. ഇത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും പറ്റും. പക്ഷേ അതിന് റെഗുലറായിട്ട് ചെയ്യണം. ഓക്കെ, ഇത്തരം ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബോഡി ശരിയാക്കണം, അതിന് ന്യൂട്രീഷൻ വേണം. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ഒരു ചിക്കൻ കഴിക്കണം. ഓക്കെ, ഈ ചിക്കനിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടണം? വൈറ്റമിൻ എ, ബി, സി, ഡി അല്ലേ, പിന്നെ കുറേ മിനറൽസ് ഇല്ലേ, കാൽസ്യം, പൊട്ടാസ്യം, സോഡിയം, അയൺ, സിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ സാധനങ്ങൾ, അതൊക്കെ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടണം. ഇപ്പോൾ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചിക്കൻ എത്ര കാലം കൊണ്ടാണ് അത് വളർന്നത്? 1 മാസം കൊണ്ട്. ശരിക്കും ഒരു ചിക്കൻ വളരാൻ സമയം എത്ര വേണം? 4 മാസം. നിങ്ങൾ കഴിക്കുന്ന ചിക്കൻ എത്ര ഫുഡ് കഴിക്കുന്നുണ്ട്? ഒറ്റ ഫുഡ്. ശരിക്കൊരു ചിക്കൻ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളിലും വേണമെങ്കിൽ ഏതൊക്കെ ഫുഡ് കഴിക്കണം? പണ്ട് കാലത്തിലെ ചിക്കൻ എന്ന് പറഞ്ഞാൽ അത് തൊടിയിൽ മുഴുവൻ നടന്ന് കടത്ത് മുഴുവൻ തിന്നിട്ടാണ് അതിൻ്റെ ശരീരത്തിൽ ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ ചിക്കനിൽ ഈ പറഞ്ഞ സംഗതിയൊന്നും ഇല്ലാത്ത ആ ചിക്കൻ നിങ്ങൾ കഴിച്ചു. അല്ലെങ്കിൽ പിന്നെ അരി ഇപ്പോൾ മുമ്പത്തെ പോലെയല്ല, ജനിതക മാറ്റം വരുത്തിയിട്ടും രാസവളം ഇട്ടിട്ടും ക്വാണ്ടിറ്റി മുമ്പത്തിനേക്കാൾ ഒരുപാട് കൂടുതലുണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ അരി കഴിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും, ഈ പറഞ്ഞാൽ കിട്ടും. എങ്ങനെ നമ്മുടെ ശരീരത്തിന് വേണ്ട ന്യൂട്രീഷൻ കിട്ടുമെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ന്യൂട്രീഷൻ ബാലൻസ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് നെറ്റ്സ് ഉപയോഗിക്കാം. നെറ്റ്സ് കുറേയൊക്കെ പ്യുവറാണ്, ഫിഷ് ഒക്കെ പ്യുവറാണ്. ഇങ്ങനെ ഉള്ള സോഴ്സസ് ഉണ്ട്. നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റിയ സോഴ്സുകൾ നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് നമ്മുടെ ന്യൂട്രീഷൻ ബാലൻസ് ചെയ്യണം. പിന്നെ വ്യായാമം ചെയ്യണം. ഇതിപ്പോൾ ആർക്കറിയാത്തത് അല്ലേ? വ്യായാമം ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ ഞാനിപ്പോൾ നിന്ന് ചാടുമ്പോൾ സ്വാഭാവികമായിട്ടും ആരും രാവിലെ എഴുന്നേറ്റ് ചാടില്ല. പക്ഷേ നമ്മൾ ചാടുന്നത് ചുമ്മാ അതല്ല,
ഓക്കെ, ഒരു മ്യൂസിക്കിൻ്റെ സപ്പോർട്ടോട് കൂടി ചാടണം. മ്യൂസിക് നമുക്കൊരു സ്റ്റിമുലേഷൻ തരുമല്ലോ അല്ലേ. ഇനി മ്യൂസിക്കിൻ്റെ സ്റ്റിമുലേഷൻ കിട്ടുന്നത് രാവിലെ എണീക്കട്ടെ. രാവിലെ എണീക്കാൻ പറ്റുന്നില്ല, എനിക്ക് പറ്റില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ല രാവിലെ എണീക്കും. അപ്പോൾ രാവിലെ എണീക്കണം എന്നുണ്ടെങ്കിൽ എണീക്കാൻ പറ്റാത്തവർക്ക് അതിനും സഹായമുണ്ട്. പ്രീ വർക്കൗട്ട് എന്ന് പറയും, എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് കുടിക്കണം. അത് കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹേർട്ട് ബീറ്റും ശ്വാസവും നമ്മളാകെ സ്റ്റിമുലേറ്റഡ് ആവും, നമ്മൾ ചെയ്യും. അപ്പോൾ ചിലർ ചോദിക്കുന്നത് ശരീരത്തിന് കേടല്ലേ, കിഡ്നിക്ക് കേടല്ലേ. ആക്ച്വലി ഏറ്റവും കേടെന്താണെന്ന് അറിയാം? ഏറ്റവും കേട് സെഡൻറ്ററി ലൈഫ്, അലസമായിട്ടുള്ള ആ ഒരു വ്യായാമമില്ലാത്ത ജീവിതം. അതാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് 10% കേടുള്ളൂ. ബാക്കി 90% കേട് എടുക്കുന്നത് ഈ പറഞ്ഞ അലസ ജീവിതത്തിലാണ്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ. അപ്പോൾ നമ്മൾ സഹായം തേടുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും ഒരു പ്രീ വർക്കൗട്ട് വാങ്ങി കുടിച്ചിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക. അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ പ്രീ വർക്കൗട്ടിൻ്റെ ആവശ്യമില്ല. എന്താ കാരണം എന്നറിയോ? എക്സസൈസ് ചെയ്താൽ എന്താ ഉണ്ടാവുക? ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മാസം നിന്ന് ചാടി മേടിച്ചു. ഓക്കെ, നിന്ന് ചാടിക്കഴിഞ്ഞാൽ ഒരു മാസം നിന്ന് ചാടാണെങ്കിൽ ഓരോ ദിവസവും 4 മിനിറ്റ് 5 മിനിറ്റ് നിന്ന് ചാടി ഒരു പ്രത്യേക സമയത്ത്. പിന്നെ ഒരു മാസം കഴിഞ്ഞ് എൻ്റെ കാലിൻ്റെ ഇവിടെ ഇരുമ്പ് ഇപ്പം തന്നെ തൊട്ട് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ബോഡി കാണാൻ തന്നെ എനിക്കിഷ്ടം. ഇതിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. മുമ്പ് ജിമ്മിൽ എത്രയോ പോയിട്ട് നേടിയിട്ടില്ലാത്ത ശാരീരികമായിട്ടുള്ള ഒരു വ്യത്യാസം, കുറേ മസിൽസൊക്കെ വരാൻ തുടങ്ങിയിരിക്കുക, ആവേശം കൂടിയിരിക്കുക. എൻ്റെ പ്രോഗ്രാമിൽ വന്ന ചില ആൾക്കാർ, ഞാൻ 57 വയസ്സുള്ള ആളാണ്, പുള്ളി പറഞ്ഞ് ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറം പുള്ളിപ്പ് ചെയ്യണം. അതായത് മ്യൂസിക് ഇട്ടിട്ട് നമ്മൾ കൂട്ടായിട്ട് ഇത് ചെയ്യുമ്പോൾ നമ്മളത് ചെയ്യും. ഇനി ഇല്ലെങ്കിൽ നമ്മൾ താൽക്കാലികമായി സപ്പോർട്ട് യൂസ് ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ അതൊരു രീതി. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സസൈസ് ചെയ്യേണ്ടത് കാലിനാണോ? ഈ കാലിന് ഇത് കൊടുത്തതെന്ന് വെച്ചാൽ നമുക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഈ ഷുഗർ പ്രഷർ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് കാലിൻ്റെ നീ ഇങ്ങനെ അല്ലേ, എങ്ങനെ താഴെ പൊന്തിക്കുക, അങ്ങനെ ഒരു എക്സസൈസ് ഉണ്ടല്ലോ. ഇതിങ്ങനെ ചാടുമ്പോൾ ആ എക്സസൈസാണ്. അത് കൈ ഇങ്ങനെ പൊന്തിച്ചിട്ട് ഈ ഹു ഹു എന്ന് പറഞ്ഞാൽ എന്താ ഗുണം എന്നറിയാം? നമ്മളെ ശബ്ദം സാധാരണഗതിയിൽ ചിലപ്പോൾ മലയാളികൾ പൊതുവെ ഈ നടുവെന്ന് എടുക്കുക, ഇത് താഴെന്ന് വരും. ഇപ്പോൾ ഇംഗ്ലീഷുകാരൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇംഗ്ലീഷുകാർ സംസാരിക്കുമ്പോൾ ഹലോ ഹാവ് ആർ യു ഫ്രം ബോട്ടം, അതിനെക്കുറിച്ച് ഗാംഭീര്യം കൂടും. അപ്പോൾ അങ്ങനെ ഒരു എക്സസൈസ് നടക്കുക. പക്ഷേ നമ്മൾ ശരിക്കും എക്സസൈസ് കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മുടെ ലങ്സിനാണ്. കാരണം അതാണ് നമ്മുടെ ഊർജ്ജം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലങ്സിൻ്റെ യഥാർത്ഥ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ടെന്നീസ് കോർട്ടിൻ്റെ അത്ര വലിപ്പം പ്രതലം എന്നാണ് പറഞ്ഞത്, ഓക്സിജൻ വലിച്ചെടുക്കാൻ വേണ്ടി. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ശ്വാസം എത്രമാത്രം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് സ്വപ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ താൽക്കാലിക ജീവിതം ഇങ്ങനെ കൊണ്ടുപോകാനുള്ള ശ്വാസം നമുക്കുണ്ട്. പക്ഷേ നമ്മൾ ആ ശ്വാസം യോഗയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രധാന വ്യായാമം മൊത്തം ഈ ബ്രീത്തിങ്ങിനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്ന് കാണിക്കാം. ഇപ്പോൾ നമ്മളിങ്ങനെ നിന്നിട്ട് ഓക്കെ ഇങ്ങനെ ശക്തിയായിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ നമ്മൾ എന്ത് ശരീരത്തിന് ഏത് അവയവത്തിന് നമ്മൾ എക്സസൈസ് കൊടുത്താലും, ഉദാഹരണം പറഞ്ഞാൽ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് എടുത്താൽ എന്തുണ്ടാവുക? വെയിറ്റ് എടുത്താൽ 5 കിലോ എടുക്കും, 10 കിലോ എടുക്കും, 15, 20, 25 ഇങ്ങനെ പോലെ. അപ്പോൾ ശ്വാസകോശത്തിന് നമ്മൾ വ്യായാമം കൊടുക്കുന്നുണ്ടാവുക. അതായത് ഇന്നിപ്പോൾ എടുക്കണ ഓക്സിജനൊക്കെ കൂടുതൽ ഓക്സിജൻ ശരീരം എടുക്കാൻ തുടങ്ങും കിടന്നുറങ്ങുമ്പോൾ പോലും. ആലോചിച്ച് നോക്ക്. അതായത് ജീവിതം മാറാൻ ചിലപ്പോൾ ഇത് മാത്രം മതിയോ? അപ്പോൾ ഇത് റെഗുലറായിട്ട് ചെയ്യണം. അറിഞ്ഞിട്ടില്ല, അതും ഒരു ടൈം വെച്ച് ചെയ്യാൻ പ്ലാനുണ്ട്, ഒക്കെ പദ്ധതിയുണ്ട്. അതേക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്. അപ്പോൾ ഇത് 2 കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ ന്യൂട്രീഷൻ ബാലൻസ് ചെയ്യണം. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്ഭുതകരമായി തോന്നിയിട്ടൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ പുഴുങ്ങിയ പച്ചക്കറികൾ, നട്ട്സ്, പിന്നെ ഈ സപ്ലിമെൻറ്റ്സ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു ഫുഡ് ക്രിയേറ്റ് ചെയ്ത് അത് ഷെയ്ക്കാക്കിയിട്ട് ഞാൻ ദിവസം അടിക്കും. ഓക്കെ, അങ്ങനെ എന്നും കുറിച്ചപ്പോൾ ഭയങ്കര എനർജി കൂടി, മുഖത്തേക്കാൾ നല്ല ആവേശം വരുന്നു, ആത്മവിശ്വാസം കൂടുന്നു, ലക്ഷ്യബോധം വരുന്നു. എനിക്ക് ഇഷ്ടംപോലെ വീഡിയോകൾ എടുക്കാൻ ഒക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇന്നെ ഒരുപാട് കാലത്ത് പരീക്ഷ നിരീക്ഷിച്ച് മനസ്സിലാക്കിയ കാര്യം കേട്ടോ, എൻ്റെ ശരീരത്തിന് ഗുണകരമായ സംഗതികൾ എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെ ഈ സംഗതികൾ കൂടി ഷെയ്ക്കായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് പോയപ്പോൾ എനിക്ക് അവിടെ ജ്യൂസ് മെഷീൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സൗദിയിലും ഖത്തറിലും ബഹ്റൈനിലൊക്കെ ഇങ്ങനെ കറങ്ങുമ്പോൾ അവിടെ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ജ്യൂസ് മെഷീൻ അവിടെ ഉണ്ടാവാനാണ്. അപ്പോൾ ഞാൻ ഈ ഇൻഗ്രീഡിയൻസില്ല, നട്ട്സ് സെപ്പറേറ്റ്, പിന്നെ പുഴുങ്ങിയ പച്ചക്കറികൾ സെപ്പറേറ്റ്, പിന്നെ നമുക്ക് ഈ പറഞ്ഞ ന്യൂട്രീഷനൊക്കെ കൂടി സെപ്പറേറ്റായിട്ട് കഴിച്ചു. പക്ഷേ സെപ്പറേറ്റായിട്ട് കഴിച്ചപ്പോൾ ഇത് കിട്ടുന്നില്ല, സെയിം പവർ കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് അത്ഭുതമായി, വാട്ട് ഈസ് ദിസ്? എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? കാരണം ഞാൻ സാധനമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വീട്ടിൽ ഇപ്പോൾ ജ്യൂസറല്ലല്ലോ, വയറ് ജ്യൂസ് അടിച്ചോട്ടെ, പക്ഷേ സെയിം പവർ കിട്ടുന്നില്ല. വാട്ട് ഐ വാസ് മിസ്സിങ്. അപ്പോഴാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകം. ഷെയ്ക്കാക്കി കുടിച്ചപ്പോൾ ദിവസം രാവിലെ തന്നെ 2-3 ഗ്ലാസ് വെള്ളം എൻ്റെ അകത്തേക്ക് ഈ ഷെയ്ക്കിൻ്റെ രൂപത്തിൽ ഞാനിങ്ങനെ കുറച്ച് കൂടുതൽ വെള്ളം ഇട്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ഘടകങ്ങളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ പറയുക? ജലം. ഒരു മനുഷ്യ ശരീരം ഒരു ദിവസം കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് എത്രയാണ് നിങ്ങൾക്ക്? 3.7 ലിറ്റേഴ്സ് ലിക്വിഡ് ഫോം. ഓക്കെ, ലിക്വിഡ് ഫോം എന്ന് പറഞ്ഞാൽ ഫുഡും കുറച്ച് ലിക്വിഡ് ഫോമിലൊക്കെ ആയിട്ട് ദ്രാവകമായിട്ട് ചെന്നത് അറ്റ്ലീസ്റ്റ് 2.5 ലിറ്റർ വെള്ളമെങ്കിലും ഒരു പുരുഷൻ്റെ വയറ്റൊക്കെ ചെന്നിരിക്കുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ തന്നെ ആലോചിച്ച് നോക്കും, നമ്മുടെ ഈ ഹോട്ടലിലൊക്കെ അവിടെ ചെല്ലുമ്പോൾ 2 ചെറിയ കുപ്പി ഇരിക്കുന്നുണ്ടാവും. 2 ചെറിയ കുപ്പി വെള്ളം ഫ്രീ ആയിട്ട് തരണം. ഞാൻ അത് ഉപയോഗിച്ചിട്ടാണ് മുന്നോട്ട് പോയത്. പിന്നെ അത് മതി. പിന്നെ ബാക്കി ഫുഡ് കഴിക്കുമ്പോൾ കുറച്ച് കിട്ടണുള്ളൂ. മൊത്തം നോക്കി കഴിഞ്ഞാൽ 1 ലിറ്റർ അകത്ത് കയറുന്നുണ്ടാവും.
ഇത് തന്നെയായിരിക്കും ഭൂരിഭാഗം ആൾക്കാരുടെ സ്ഥിതി. അപ്പോൾ ഈ 3.7 ലിറ്റർ അകത്തേക്ക് ചെല്ലേണ്ട ശരീരത്തേക്ക് 1 ലിറ്റർ ചെന്നാൽ എങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ, നേരത്തെ പറഞ്ഞ ന്യൂട്രീഷൻ, അതായത് പ്രോട്ടീൻസും മിനറൽസും ഒക്കെ നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്ന കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞെന്താ, മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടണ്ടേ? അപ്പോൾ വാട്ടർ അത് നമ്മൾ ഓർക്കില്ല. അത് നമ്മൾ ഒരു ദിവസം ടൈഗേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് രൂപീകരിക്കുന്നുണ്ട്. വളരെ നിങ്ങൾക്കൊക്കെ വളരെ അഫോർഡബിളായ തുച്ഛമായ ഫീസിൽ. ഓക്കെ, എൻ്റെ ആവശ്യം എംപവേർഡ് കേരള, കോൺഫിഡൻറ്റ് കേരള എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ഇത്ര കാലം ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്തില്ലേ, 10ലധികം വർഷങ്ങൾ റിസർച്ചസ് വായനയൊക്കെ ആയിട്ട് നീങ്ങി. അത് ഉപകാരപ്പെടണ്ടേ? എന്നോടൊപ്പം അത് മണ്ണടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ലബ്ബാണ്. ഓക്കെ, വളരെ തുച്ഛമായ ഫീസിൽ നിങ്ങൾക്ക് എന്നും രാവിലെ എക്സസൈസ് ചെയ്യാം എന്നോടൊപ്പം. ഈ എക്സസൈസ് മാത്രമല്ല നമ്മൾ ചെയ്യാം. പിന്നെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൽ ഇപ്പോൾ ലങ്സിനുള്ള എക്സസൈസ് വന്നു, ശരീരത്തിനുള്ള എക്സസൈസ് വന്നു. പിന്നെ വേറൊരു വിഷയം എന്താ, മനസ്സ്. ഇപ്പം നിങ്ങളുടെ എൻ്റെ മനസ്സുണ്ടല്ലോ, പകുതി നമ്മളെല്ലാം ഉണ്ടാക്കിയത്. കാരണം നമ്മളുടെ സ്വഭാവങ്ങൾ നമുക്കറിയാലോ, മാതാപിതാക്കളുടെ സ്വഭാവം നമ്മളിലേക്ക് വരും, പാരമ്പര്യം, ഈവൻ അസുഖങ്ങളോ ക്യാൻസറോ അല്ലെങ്കിൽ ഡിപ്രഷൻ, ഇതൊക്കെ പാരമ്പര്യമാണ്. എന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ടായിക്കോളന്നില്ല കേട്ടോ. അത് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടാവുന്ന അർത്ഥം, സാധ്യതകൾ അവിടെ കിടക്കുന്നത് മാത്രം. അത് വന്നോളന്നില്ല. അത് വരാതിരിക്കണമെങ്കിൽ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അസുഖങ്ങൾ തല പൊക്കാതിരിക്കാൻ കഴിയണമെങ്കിൽ നമുക്കൊരു ലക്ഷ്യം വേണം, പ്രധാനമായിട്ടൊരു ലക്ഷ്യം വേണം. ഞാൻ തന്നെ ചോദിക്കട്ടെ, അപ്പോൾ നമ്മൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുഖ്യമന്ത്രി, അതുപോലെ തന്നെ അച്യുതാനന്ദൻ, അവരൊക്കെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നവർ, അവർ നല്ല ആരോഗ്യത്തിലായിരുന്നു. ഇപ്പോൾ പിണറായി നല്ല ആരോഗ്യത്തിലാണ്. പക്ഷേ എന്തെങ്കിലും ലക്ഷ്യം നമ്മൾക്ക്, അതായത് തീർന്നാൽ പിന്നെ ശരീരം പുറകോട്ടടിക്കാൻ തുടങ്ങും. അപ്പം നമ്മളെ പിടിച്ച് വലിക്കുന്ന, ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു ലക്ഷ്യം അത് വേണം. അത് പറ്റും, എല്ലാം പറ്റും, ഏത് ലക്ഷ്യവും വെക്കാം. പക്ഷേ വിഷയം ഇതാണ്, നമ്മളൊരു നാഗവല്ലനോ നാഗവല്ലിയോ ആയി മാറണം. ദാറ്റ് മീൻസ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ തലയിൽ കയറി പിടിക്കണം. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിൽ തന്നെ സൈക്കോളജിക്കായിട്ടുള്ള മെത്തേഡ് പറയുന്നുണ്ട്. അതായത് ഒരു നോവൽ വായിച്ചതാണ്, ഈ ഗംഗ എന്ന് പറഞ്ഞ സാധു പെൺകുട്ടി. പക്ഷേ ഇമോഷണലായിട്ട് വായിച്ചു, ഇമോഷണലായിട്ട് പലവരി വായിച്ചപ്പോൾ എന്തായി, ആ കഥ ഈ പറഞ്ഞ പെൺകുട്ടിയുടെ തലയിൽ കയറി പിടിച്ചു. ഇനി ആ കഥയിലുള്ള ലക്ഷ്യം എന്താണ്? ആ കാരണവരെ കൊല്ലുക. ഇനി ഈ കാരണവരുടെ കൊലപാതകം നടക്കാതെ ഈ ഗംഗയുടെ മനസ്സ് സ്വതന്ത്രമാവില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ തലയിലേക്ക് നമ്മൾ ലക്ഷ്യം കൊടുക്കണം, നിരന്തരമായിട്ട് ലക്ഷ്യം കൊടുക്കണം. എന്നും വായിക്കണം. റിട്ടേൺ ഗോൾസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, എഴുതി വെക്കണം, ഡേറ്റ് വിത്ത് എ ഡേറ്റ്. അപ്പോൾ ഇതും നമ്മൾ ചെയ്യും. രാവിലെ ഡേറ്റ് വെച്ചിട്ട് നമ്മൾ ലക്ഷ്യം വയ്ക്കും. പിന്നെ വേറൊരു വിഷയം എന്താ വെച്ചാൽ, നമ്മുടെ മുന്നിലേക്ക് പോകാൻ നമ്മൾ സമ്മതിക്കാത്ത ഒരു പ്രധാന വിഷയം എന്താ വെച്ചാൽ, നമ്മുടെ പാരമ്പര്യം. അത് നമ്മുടെ ദേഷ്യം, ക്രോധം, വൈരാഗ്യം, ഇതൊക്കെ നമ്മളെ ഊർജ്ജം കൊണ്ടുപോകുക. ഒരു ദിവസം രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ആരോടെങ്കിലൊക്കെ തട്ടിക്കയറി, അല്ലെങ്കിൽ എന്തോ സങ്കടം, എന്തിനാണെന്നും പോലും അറിയില്ല. ഇതൊക്കെ പാരമ്പര്യ വിഷയമാണ്. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, രാവിലെ തന്നെ നമ്മളങ്ങ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ദേഷ്യമില്ല, രാവിലെ തന്നെ നമ്മളങ്ങ് സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സങ്കടമില്ല. അപ്പോൾ അതിങ്ങനെ അഗ്നിപർവ്വതം പോലെ ഇങ്ങനെ മുട്ടി നിൽക്കണേന് അന്ന് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ, അപ്പോൾ അതിന് നമുക്ക് രാവിലെ സമയം കൊടുത്താലോ. അപ്പോൾ ഇങ്ങനെ ഫുള്ളി ബാലൻസ്ഡ് ആയിട്ട് ഒരു ലൈഫ്, അതായത് ഞാൻ ഇതുവരെ പഠിച്ചു മനസ്സിലാക്കിയ എല്ലാ കാര്യങ്ങളും കൂടി 5 ടൈപ്പ്, അതായത് മ്യൂസിക്കിൻ്റെ സപ്പോർട്ട് കൂടി ഒരു ഗ്രൂപ്പായിട്ട് Zoom എവറി ഡേ മോർണിംഗ് നമ്മൾ ഒരുമിച്ച് ചെയ്യാണ്. എന്നിട്ട് എന്നും നമ്മൾ ആദ്യം വന്ന് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഞാൻ ചെറുതായിട്ട് കുറച്ചൊരു അഡീഷണൽ നോളജ് എന്നുള്ള ഒരു 5-10 മിനിറ്റ് നേരം, അതിനുശേഷം നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യും. റൈറ്റ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഇമോഷനൊക്കെ പുറത്തേക്ക് കളയും. പിന്നെ അതിനുശേഷം നിന്ന് ചാടും. 4 മിനിറ്റ് സംഭവങ്ങൾ അതൊക്കെ. അതിനുശേഷം പിന്നെ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി, ശാന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ, ജസ്റ്റ് ലൈക്ക് എ സ്റ്റാച്യു. നമ്മൾ ഒരു പ്രതിമയെ പോലെ കുറച്ച് നേരം നിൽക്കും. പിന്നെ ആനന്ദ നൃത്തമാണ്. ഓക്കെ, എന്നോടൊപ്പം കൂടാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങളുടെ ലൈഫ് ഡേ ബൈ ഡേ ട്രാൻസ്ഫോംഡ് ആയിട്ട്, നിങ്ങൾ ഏത് ഏജും ആയിക്കോട്ടെ, എൻ്റെ മുന്നിൽ മനുഷ്യന്മാർ അത്ഭുതകരമായി മാറിക്കൊണ്ടിരിക്കുക, സ്ഥിരമായിട്ട് വരുന്നവർ. ഓക്കെ, ഇത് രാവിലെ ഉണ്ട്, അതിൻ്റെ ഒരു റെക്കോർഡഡ് കോപ്പി വൈകുന്നേരവും. അങ്ങനെ ചിലർക്ക് രാവിലെ പങ്കെടുക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് വൈകുന്നേരം സമയത്ത്, അത് ഉറക്കത്തിന് ഒരു 2-3 മണിക്കൂർ മുമ്പായിരിക്കണം. കാരണം ഇത് നമ്മൾ മനസ്സിനൊക്കെ ഇങ്ങനെ നമ്മളെ ഉണർത്തുന്ന കാര്യമല്ലേ. അപ്പോൾ അത് ഉറങ്ങുന്നതിന് മുമ്പ്, കുറേ മുമ്പ് നമ്മൾ ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ ഇത് കൂടാണ്ട് ആഴ്ചത്തോറും മെൻറ്ററിങ്, ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് അല്പാൽപമായിട്ട് ഞാൻ നൽകാം.
എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രൂഫുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞില്ലേ, ഞാൻ പഠനത്തിന് പുറകിലായിരുന്നു, ആരോഗ്യത്തിൽ പുറകിലായിരുന്നു. ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്, ലൈവ് ഡെമോ. അത് കൂടാണ്ട് ഇപ്പോൾ എൻ്റെ മക്കളിൽ ഞാൻ ഇത്ര സീരിയസ് ആയിട്ടൊന്നും അവരിതിലേക്കൊന്നും വരുത്തിയിട്ടൊന്നുമില്ല. പക്ഷേ കേട്ടിടത്തോളം അവരിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് എൻ്റെ പാരമ്പര്യത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അവർ കാണുന്നില്ല. നല്ല കോൺഫിഡൻസ് ഉണ്ട്. മൂത്ത രണ്ടാൾക്കാരും വിദേശത്ത് പഠിക്കാൻ, അവരുടെ തന്നെ അവരുടെ ചിലവിനുള്ള കാര്യങ്ങൾ അവർ തന്നെ കണ്ടെത്തണം. അപ്പോൾ അവർ സെൽഫ് സഫിഷ്യൻ്റായി. അപ്പോൾ ഇങ്ങനെ പോണ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മനുഷ്യന്മാർക്ക് മാറാൻ പറ്റും. ഇത് മൂന്നാളും മാറിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് അവിചാരിതമായി സംഭവിച്ചല്ല. ഈ അറിവുകൾ നമ്മൾ പരിശീലനങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല. ഞാനീ പറയുന്നത് കേൾക്കുന്നത് അവരെ തലയിൽ കയറി പിടിച്ചതിൽ വന്ന മാറ്റം. പക്ഷെ അത് റെഗുലറായിട്ട് പരിശീലനം എന്ന പോലെ കൃത്യനിഷ്ഠതയോടുകൂടി നിരന്തരമായി കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്ന് ആലോചിച്ച് നോക്ക്. ലൈഫ് ട്രാൻസ്ഫോം വേണോ? അപ്പോൾ അതിനുള്ളൊരു സുവർണാവസരം നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കണം. ഓക്കെ, ഞാനൊരു ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട്, എംപവർ കേരള, കോൺഫിഡൻറ്റ് കേരള എന്നുള്ള പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യാണ്. എവറി ഡേ മോർണിംഗ് വിദേശത്തും പിന്നെ നമ്മുടെ നാട്ടിലുള്ള മലയാളികൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് മോർണിംഗിൽ ഒരു 40 minutes പ്രാക്ടീസസ്, ഓക്കെ, മെൻറ്ററിങ്. എൻ്റെ ആ സെഷൻ വൈകുന്നേരം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യും, റെക്കോർഡഡ് വേർഷൻ. അത് രാവിലെ കഴിയാത്തവർക്ക് വൈകുന്നേരം. അതും കൂടാണ്ട് ആഴ്ചത്തോറും റെഗുലർ മെൻറ്ററിങ്, ഒരു 1.5 hour സൂം സെഷൻ. ഇതെല്ലാം കൂടി ചേർന്നൊരു ക്ലബിൻ്റെ പേരാണ് OH Rahman's ടൈഗേഴ്സ് ക്ലബ്. ടൈഗർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? ഇപ്പം നമ്മൾ ചിലർ പറയുമല്ലോ ശൗര്യം ഇല്ല എന്ന് പറയും ചിലർക്ക്. സാധുവാണ്, കണ്ടു കഴിഞ്ഞാൽ ആരും ഒരു വില കൽപ്പിക്കുന്നില്ല. എന്നെ കണ്ടാൽ തന്നെ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞതൊന്നും അനുസരിക്കാൻ തോന്നുന്നില്ല, അവർക്ക് എന്നെ കാണുമ്പോൾ ഒരു ബഹുമാനം തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താ, നമ്മളുള്ളിൽ ശൗര്യമില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദറും മദറൊക്കെ അതുപോലെ തന്നെ നമ്മൾക്ക് അതൊരു സ്വഭാവം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് മാറ്റാം, ഇതിനൊക്കെ വഴിയുണ്ട്. പുതാർ പറഞ്ഞ് ഞാനൊന്ന് എൻ്റെ ഭാഗം ഒന്ന് മാറ്റി കാണിച്ചു തരട്ടെ. ഓക്കെ, ജസ്റ്റ് ഫോർ യു. ഓക്കെ, ഇത് ഞാൻ മാത്രം ചെയ്യുന്ന കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട, ഇതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇതുവരെ കണ്ട വീഡിയോയിലൊക്കെ ഇതിനുള്ള മെത്തേഡ്സ് ഇതൊന്നും ഞാനായിട്ട് കണ്ടുപിടിച്ച സംഗതികളൊന്നുമല്ല, ഇത് ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ മാത്രം. ഓക്കെ, ഇങ്ങനെയുള്ള പ്രാക്ടീസസ് റെഗുലർലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പല മഹാന്മാരായ ആൾക്കാരും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള രാഷ്ട്രീയക്കാരൊക്കെ ചിലരൊക്കെ വലിയ ട്രെയിനിങ്ങിന് പോയി പാടെ മാറി വന്ന ഒരുപാട് ആൾക്കാർ നിങ്ങൾക്കറിയാം. മുമ്പ് കണ്ട ആളെയല്ല പിന്നീട് ആളാക്ക് രൂപം മാറി. അവരൊക്കെ എത്രയോ മുടക്കിയിട്ടാണ് അവർ ആ പ്രാക്ടീസുകൾ ചെയ്തിട്ടുള്ളത്. എത്രയോ സംഖ്യ മുടക്കിയിട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടുള്ള പ്രാക്ടീസുകൾ നടത്തി വന്ന മനുഷ്യന്മാർ നിങ്ങൾക്കറിയാം. ഇത് അതേ പരിശീലനങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. റൈറ്റ്. ഇപ്പോൾ നമുക്ക് ശൗര്യം കുറവാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇപ്പോൾ ഇമിഡിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിനുള്ള ഒരു ഇതുമുണ്ട്. ഇപ്പോൾ ചിലർക്ക് പ്രസംഗിക്കാൻ മടിയുണ്ടാവും, ചിലർ പാട്ടുകാരായിരിക്കും, പാട്ട് പാടാൻ മടിയുണ്ടാവും, അല്ലെങ്കിൽ ചിലർക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ബോസിനോട് സംസാരിക്കുമ്പോഴോ ഒക്കെ ഈ ഭയപ്പാടുകൾ. അപ്പോൾ ആ ഭയപ്പാടുകൾ എങ്ങനെ മാറ്റും? ഭയപ്പാടുകൾ മാറ്റാൻ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്ന ഒരു പരിപാടി, അതും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാം, നമുക്ക് ശൗര്യം കുറവാണെങ്കിൽ അത് ലയൺ പോസ് ഉണ്ട്. ലയൺ പോസ് യോഗയിലുള്ള ടെക്നിക്കാണ്. ഉദാഹരണം പറയാം, ഞാൻ ചെറുതായിട്ട് ഒരു ലയൺ എന്ന് പറഞ്ഞാൽ സാധാ ലയനല്ല, നാക്കും കൂടി പുറത്തു വരുന്ന ലയൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഭയം ഉള്ളവരൊന്ന് ശ്രദ്ധിച്ചോ, എൻ്റെ രൂപം മാറാൻ പോവാം. റൈറ്റ്. ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ഇന്ന് നമ്മുടെ എന്താണോ എന്നുള്ളത് നാളെ നമ്മൾ എന്താകും എന്നുള്ളതിന് യാതൊരു സൂചനയും നൽകുന്നില്ല. ഇഫ് യു ആർ റെഡി, ഓക്കെ, നമ്മൾ 50% പാരമ്പര്യമാണ്, ബാക്കി 7 വയസ്സിന് മുമ്പുള്ള ആളാണ്, ബാക്കി 25 നമ്മുടെ കയ്യിലുള്ളൂ. മതി, ഇത് വെച്ച് നമുക്ക് 100% ട്രാൻസ്ഫോം ചെയ്യാം. ഇപ്പം നമ്മുടെ രൂപം മാറ്റണമെങ്കിൽ, ഓക്കെ, ഞാൻ രൂപം മാറ്റട്ടെ. റെഡി? ഓക്കെ, റെഡി ആയിക്കോട്ടെ. ജസ്റ്റ് ഫോർ ആസ് എൻ എക്സാമ്പിൾ. ഓക്കെ, ഇത് ഞാൻ ചെയ്യുന്നത് മാത്രമല്ല, ഇതൊക്കെ ഇങ്ങനത്തെ പ്രാക്ടീസുകളൊക്കെ ഉണ്ട്. നമുക്ക് നമ്മൾ ആരുമായി മാറാൻ പറ്റും. ഓക്കെ, ശൗര്യമില്ലെങ്കിൽ ശൗര്യം കൂട്ടാം, ഊർജ്ജമില്ലെങ്കിൽ ഊർജ്ജം കൂട്ടാം, കോൺഫിഡൻസ് ഇല്ലെങ്കിൽ കോൺഫിഡൻസ് കൂട്ടാം, ആരോഗ്യം കൂട്ടാം, ആയുസ് കൂട്ടാം, നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ നേടാം. വേണോ എന്നുള്ളതാണ്. ഡു യു വാണ്ട് വേണോ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. യു ആർ സേയിങ് യെസ്. നമ്മളെ നൂറുകണക്കിന് പുസ്തകങ്ങളിൽ നിന്ന്, നൂറുകണക്കിന് പരിശീലനങ്ങളിൽ നിന്ന്, ഇത്രയും കാലത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അറ്റിക്കുറുക്കി നിങ്ങൾക്ക് പറ്റിയ രീതിയിൽ മ്യൂസിക്കിൻ്റെ സപ്പോർട്ടോട് കൂടി രാവിലെ നിങ്ങൾ ചുമ്മാ അങ്ങനെ നിന്ന് കൊടുത്താൽ രാവിലെ എണീക്കുക, നിന്ന് തരിക, അത്രേ ഉള്ളൂ. ബാക്കി നിങ്ങളെ ശരീരം ചെയ്തോളും, നിങ്ങൾ പോലും അറിയാം. കാരണം മ്യൂസിക്കിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, അത് കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ തുള്ളിക്കൊള്ളും. ആ തുള്ളലാണ്ട് കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ അവസാനിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ ഉപരിയായിട്ട് നിങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കും. ദാറ്റ്സ് മൈ ഗ്യാരണ്ടി. ജോയിൻ വിത്ത് മീ. ഓക്കെ, ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടോ ഇത് ഞാൻ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ലോകമെമ്പാടും ഈ ഒരു എംപവർമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയില്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടം. അതായത് നമ്മൾ ശത്രുക്കളെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട്
അതിനോട് മല്ലടിച്ചിട്ട് നമ്മൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലുകളൊക്കെ എത്ര കാലം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഈ യന്ത്രങ്ങൾ എടുത്തെടുത്തുകൊണ്ട് നമ്മളൊക്കെ എഫിഷ്യൻ്റായിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യുന്ന യന്ത്രങ്ങൾ. അവരോട് മല്ലിടാൻ നിൽക്കുമ്പോൾ നമ്മളുടെ മെൻ്റൽ പവർ, ഫിസിക്കൽ പവർ, സ്പിരിച്വൽ പവർ, അത് ലക്ഷ്യബോധം, മാനസികമായ കരുത്ത്, ശാരീരികമായ കരുത്ത്, ഇതെല്ലാം അങ്ങനെ ട്യൂൺ ചെയ്ത് റെഡിയാക്കി നിന്ന് കഴിഞ്ഞിട്ടല്ലോ മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന അപാരമായ സാധ്യത. സയൻസ് പറഞ്ഞത് എന്താ? 99% പുറത്തേക്ക് വന്നിട്ടില്ല. കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ സംഭവിച്ച കാര്യം നമുക്കറിയാമല്ലോ. 50-ന് മുമ്പ് ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കളൊക്കെ ഉണ്ടാവുക കാളവണ്ടി ആയിരിക്കും അല്ലേ? അതിന് മുമ്പുള്ള മാതാപിതാക്കളും കാളവണ്ടിയോ കുതിരവണ്ടിയോ അല്ലെങ്കിൽ കുതിരയോ അതൊന്നും ഇത്രയും കാലമായിട്ട് മേബി ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ കാലയളവിൽ നമ്മൾ കണ്ടത് കാളവണ്ടി മാത്രമല്ല. നമ്മളിപ്പോൾ ദുബായിൽ ഡ്രൈവറില്ലാത്ത എയർ ടാക്സി ഓടിക്കൊണ്ടിരിക്കുക. ഇനി ഒരു 50 കൊല്ലം കഴിഞ്ഞ് എന്തായിരിക്കും? അത്രമാത്രം ഫാസ്റ്റ് പേസ്ഡായിട്ട് ലോകം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇഫ് യു വാണ്ട് ടു ട്യൂൺ യുവർ ലൈഫ്, ജോയിൻ വിത്ത് മീ. ഓക്കെ, വളരെ തുച്ഛമായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് എത്തിക്കാൻ വഴികൾ ഒരുക്കി വച്ചിട്ടുണ്ട്. യു ജസ്റ്റ് നീഡ് ടു സേ യെസ്. ആർ യു റെഡി? ബി എ പാർട്ട് ഓഫ് മീ. ഓൾറൈറ്റ്. എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ വേണമെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിച്ചുകൊണ്ട് സൂമിലൂടെയോ വെബിനാറിലൂടെയോ ഒക്കെ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഓരോ സ്ഥലത്തുള്ളവർക്കും സെപ്പറേറ്റ് ഗ്രൂപ്പാണ്. നിങ്ങളെവിടെയാണെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. അത് താൽക്കാലിക ഗ്രൂപ്പാണ്. കുറച്ച് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് കളയും. എന്നിട്ട് ഇതിൽ നിന്ന് താല്പര്യമുള്ള ആൾക്കാരെ മാത്രം വെച്ചിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഡെയിലി മെഡിറ്റേഷൻ, ഈ പറഞ്ഞ പ്രാക്ടീസസ്, ഞങ്ങളുടെ മനുഷ്യന് മാറാൻ പറ്റും. നമ്മൾ വേണമെന്ന് ആഗ്രഹിച്ചാൽ മാറാം. സോ ആർ യു റെഡി? ഇഫ് യെസ്, ജോയിൻ വിത്ത് അസ്. നിങ്ങൾ ഇത്രയും കേട്ടിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു വാണ്ട്. ഇനി ഈ മനസ്സിൻ്റെ ഉത്തരം നിങ്ങൾ നൽകണം. ഓക്കെ, അതിനുള്ള വഴി മുന്നിൽ നിൽക്കുകയാണ്. ജസ്റ്റ് എൻക്വയർ ചെയ്യുക, അന്വേഷിക്കുക, എന്നോടൊപ്പം ചേരാം. ഓക്കെ ഫ്രണ്ട്സ്, സി യു. ധൈര്യമായിട്ടിരിക്കുക. എന്ത് വിഷയമാണെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം. എനിത്തിങ് ഇഫ് യു വാണ്ട്.